ചുംബന സമരം വീണ്ടും ചർച്ചയാവുകയാണ്. സദാചാര പോലീസുകാർക്കെതിരെ കേരളത്തെ ഉണർത്തിയ ഒരു സമര മുന്നേറ്റമായിരുന്നല്ലോ ചുംബന സമരം. എന്നാൽ ചുംബന സമരത്തിന്റെ മുന്നണിയിലുണ്ടായിരുന്ന രണ്ട് മുഖങ്ങൾ പെൺവാണിഭ കേസിൽ അകത്തായതാണ് പുതിയ വിവാദങ്ങൾക്ക് അടിസ്ഥാനം. രാഹുൽ പശുപാലനും രശ്മി നായരും ചേർന്ന് നടത്തിയ വാണിഭം പോലീസ് കൈയോടെ പിടികൂടി. സംഗതി കേൾക്കേണ്ട താമസം നാട്ടിലുള്ള സകല സദാചാര പോലീസുകാരും വീണ്ടും ഉണർന്നു. കിസ് ഓഫ് ലവ് എന്ന സമരം ഇമാതിരി പരിപാടികളുടെ കൂടാരമായിരുന്നുവെന്ന് പോലും സദാചാര സംഘികളും സദാചാര സുഡാപ്പികളും കൂടി പറഞ്ഞു പരത്തി. എന്നാൽ അസംഘടിതമായി സംഭവിച്ച ഒരു സമരത്തെ അങ്ങനെ അപകീർത്തിപ്പെടുത്തണോ? ആ അപകീർത്തിയുടെ ദുരുദ്ദേശത്തെ ചോദ്യം ചെയ്യുകയാണ് മാധ്യമപ്രവർത്തകയായ ഷാഹിന നഫീസ. രണ്ടുപേരെ ഇത്തരം ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ പിടിച്ചു എന്നതുകൊണ്ട് കിസ് ഓഫ് ലവ് ഇതിനൊക്കെയുള്ള ഒരു മറയായിരുന്നോ എന്ന് ചോദിക്കുന്നത് മര്യാദയില്ലാത്ത ആരോപണമാണ്. അത് ജനാധിപത്യമല്ല. ഇപ്പോൾ മദ്രസ അധ്യാപകരായ പലരെയും പിടിക്കുന്നുണ്ട്. കേരളത്തിലെ മദ്രസകൾ മുഴുവൻ ഇതിന്റെ മറയാണോ എന്ന് ചോദിക്കുന്ന അതേ ലോജിക്കാണിത്. ശബരിമല മേശാന്തിയെ പിടിച്ചിട്ടുണ്ട്. പല അമ്പലങ്ങളിലെയും പല പൂജാരിമാരെയും ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കുന്നുണ്ട്. അപ്പൊ അമ്പലങ്ങൾ മുഴുവൻ ഇതിന്റെ മറയാണോ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണ്. ഈ മര്യാദകേട് കാണിക്കുന്നവർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. പശുപാലത്തരം പോലീസ് പിടികൂടിയതോടെ ചുംബന സമരത്തിന്റെ ആശയം അപ്രസക്തമായില്ലേ എന്നതാണത്. ഒരു വ്യക്തിയുടെ മാത്രം മൂല്യമാണോ ഈ ആശയത്തെ നിലനിർത്തുന്നത്? കേരളത്തില് കോഴിക്കോട് ഡൗൺ ടൗൺ റെസ്റ്റോറന്റിന് നേരെ യുവമോർച്ച നടത്തിയ ഒരു ആക്രമണം, അത് മംഗലാപുരത്തും ബാംഗ്ലൂരിലും ഒക്കെ ഈ ഹിന്ദുത്വ ശക്തികൾ നടത്തിക്കൊണ്ട് വരുന്ന ഓപ്പറേഷന്റെ മോഡലിൽ കേരളത്തിലേക്കുള്ള ഒരു എൻട്രി ആയിട്ടാണ് അത് വന്നത് എന്നത് ഫാസിസം വളരെ അടുത്ത് നമ്മുടെ വീട്ടുവാതുക്കൽ വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് കിസ് ഓഫ് ലവ് പോലുള്ള ഒരു സമരാഹ്വാനം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് അത്. അപ്പം അതുകൊണ്ട് തന്നെ ഫാസിസത്തിനെതിരായിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ മൂവ്മെന്റ് ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പം ഈ മൂവ്മെന്റിന്റെ അന്ന് അത് ഫേസ്ബുക്കിൽ ഉണ്ടായ ഒരു ആഹ്വാനത്തിന്റെ പുറത്ത് ഒരുപാട് പേർ ഒന്നിച്ചു വരികയും കേരളത്തിന് പുറത്തേക്ക് ഇത് സ്പ്രെഡ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നു. പലരും ഇത്തരം സമരങ്ങളിൽ പങ്കെടുക്കുന്നു. ഇവരൊക്കെ തന്നെ പരസ്പരം വ്യക്തിപരമായി പരിചയമുള്ളവരോ അങ്ങനെയുള്ളവരാരുമല്ല. ഇത് ഒരു നിലപാടിന്റെ, ഒരു രാഷ്ട്രീയ നിലപാടിന്റെ പുറത്ത് ഒന്നിച്ചു വരുന്നവരാണ്. എന്നാലും ഇത്തരം സമരങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ മലിന വ്യക്തിത്വം അപകീർത്തിക്ക് വിഷയമാകും എന്നുറപ്പാണ്. അതുകൊണ്ട് രാഹുൽ പശുപാലൻ ഒരു പാഠമാകേണ്ടതാണ്. ഞങ്ങളെ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് പങ്കെടുത്ത എല്ലാ കൂട്ടായ്മകൾക്കും ചോദിക്കാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ വേശ്യാവൃത്തി നിലനിൽക്കുന്നു. ബാലവേശ്യകളുടെ എണ്ണം കൂടുതലാണ്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഈ ഓൺലൈൻ ബിസിനസ് നടക്കുന്നത്. ഇതിനകത്ത് പങ്കെടുത്ത ഒരു വ്യക്തി കുറ്റാരോപിതനാണ് എന്നുള്ളതിൻ്റെ പുറത്ത് ഇത്രയും വലിയൊരു സമരത്തിനെ അതിൻ്റെ ആ വ്യക്തിയുടെ മാത്രം ഒരു ചെയ്തിയിലേക്ക് നിങ്ങൾ ചുരുക്കി കാണുന്നു. മറിച്ച് ഇങ്ങനെ ഇന്ത്യയിൽ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു വർഷങ്ങളായിട്ട്. അതൊക്കെയുണ്ട്. എന്നാലും പിടിക്കപ്പെടുന്ന പശുപാലന്മാരെ തള്ളിപ്പറയണ്ടേ? അല്ലാത്തിടത്തോളം സാധാരണക്കാരെങ്കിലും അന്തിച്ചു നിൽക്കേണ്ടുന്ന സ്ഥിതി സംജാതമാകും. അതുകൊണ്ടാണ് ഹരീഷ് വാസുദേവൻ പറയുന്നത്, നാളെ ഈ സമരത്തിൽ പങ്കെടുത്ത ആര് കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ടാലും അത് ആശയത്തെ ബാധിക്കുന്നേയില്ല എന്ന്. നാളെ ഞങ്ങൾ ആരെങ്കിലും തന്നെ വേറെ ഏതെങ്കിലും കേസിൽ, കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ആളുകളും ഇതിനകത്ത് പരസ്പരം കേരളത്തിലെ മറ്റ് സംഘടനകളെ പോലെ സംഘടനാ പ്രവർത്തനം നടത്തിയോ അല്ലെങ്കിൽ ഇതിനകത്തൊരു പ്രസിഡന്റും സെക്രട്ടറി ഉണ്ടാക്കിയോ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാക്കിയോ ഒന്നും പ്രവർത്തിക്കുന്ന ആളുകളല്ല. ഇതൊരു കൃത്യമായ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി ഇപ്പം ഞാനും ഷാഹിനയും തമ്മിൽ മറ്റ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാ വിഷയത്തിലും പുലർത്തുന്നുണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിൽ ഞങ്ങൾ ഒറ്റ നിലപാടാണ്. അത് ഈ ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായമാണ് എന്ന് കരുതി നാളെ ഈ സംഘടനയിൽ ഈ മൂവ്മെന്റിന്റെ ഭാഗമായി ഈ സമരത്തിൽ പങ്കെടുത്ത മറ്റാർക്കെങ്കിലും എതിരെ മറ്റേതെങ്കിലും തരത്തിലുള്ള കേസുകൾ വന്നു എന്നുള്ളതിന്റെ പേരിൽ ഈ സമരത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യമോ ഞങ്ങളുടെ ആരുടെയെങ്കിലും നിലപാടുമോ ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് കിസ് ഓഫ് ലവ് മൂവ്മെന്റിനെ ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രചരണം ഏത് ഭാഗത്തുനിന്നുണ്ടെങ്കിലും അതിനെ ശക്തമായി ഞങ്ങൾ അപലപിക്കും. പശുപാലന്റെയും രശ്മിയുടെയും പേരിൽ സദാചാര വിരുദ്ധ സമരത്തെ ആക്രമിക്കുന്നവരുടെ ലക്ഷ്യവും അല്ലെങ്കിലും മറ്റു പലതാണ്. ഡൗൺ ടൗൺ ഹോട്ടലിൽ നായക സ്ഥാനത്തുണ്ടായിരുന്ന ആ മനസ്സു തന്നെ. സദാചാരവാദികൾക്ക് നല്ല നമസ്കാരം. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് ചെന്നിത്തലയുടെ സദാചാരം. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.